കോഴ്സ് കഴിഞ്ഞിട്ടോ എനിക്ക് ഈ കോഴ്സ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത്യാവശ്യം വലിയ റിച്ച് വേണ്ട, അത്യാവശ്യം പൈസ ഉള്ള ഒരുത്തിനെ കെട്ടിയിട്ട് എനിക്ക് ജോലിക്ക് പോകാതെ വീട്ടിൽ പിള്ളേരെ നോക്കിയിരിക്കണം. അതാണ് ഞാൻ സ്വപ്നം കണ്ട എൻ്റെ കിനാശേരി. നടക്കട്ടെ. എടി, നീ ഇപ്പോഴാണ് യു കെന്ന് വന്നേ? ഓ, എന്തായാലും നിൻ്റെ പ്ലാൻ അനുസരിച്ച് നീ യു കെയിലൊക്കെ പോയി MSc ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ നിൻ്റെ അടുത്ത പ്ലാൻ? നീയും വലിയതയും പറയണ്ട, നിന്റെ പ്ലാനൊക്കെ നന്നായിട്ട് നടന്നല്ലോ. ശരിയാ, എൻ്റെ പ്ലാൻ നടക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ വിചാരിച്ചത്ര നല്ലതല്ല. അതെന്നാടി നീ അങ്ങനെ പറഞ്ഞേ? ഞാനും ഈ ജോലിയൊക്കെ കിട്ടിയതാരാന്ന് ആലോചിക്കുക. എൻ്റെ പൊന്നു മോളെ, നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും ഞാൻ ചെയ്ത പോലെ ചെയ്താൽ. നിനക്കറിയാവോ, എന്തേലും ഒരു കാര്യം മേടിക്കണേ തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ കൈ നീട്ടണം. പിന്നെ ചോദ്യങ്ങളായി, എന്തിനാ, ഇപ്പം എന്തിനാ. നിനക്കറിയാമോ, ഒരു സാനിറ്ററി പാഡ് മേടിക്കണമെങ്കിൽ പോലും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. പിന്നെ പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ വീട്ടുകാർ കഴിഞ്ഞിട്ടേ നമ്മുടെ കാര്യം നോക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട് നമുക്ക് ജീവിക്കാമല്ലോ. എനിക്കൊരു പെൺകുഞ്ഞ് വളർന്നു വരുന്നത്. ഞാനെടുത്ത ഈ ഒരു പൊട്ട ഡിസിഷൻ ഒരിക്കലും എൻ്റെ പെൺകുഞ്ഞിനെ എടുക്കരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവളെ പറഞ്ഞു കൊടുത്തതിനെ വളർത്തുന്നത്, നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും മുമ്പിൽ വെറും പിണമാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്ത് ബ്യൂട്ടിഫുള്ളായ എൻ്റെ ലൈഫ് എന്നറിയാമോ? പക്ഷേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പണിക്ക് പോകണ്ട, വീട്ടിൽ പിള്ളേരെ നോക്കിയിരുന്നാൽ മതി. ശരിക്കും പറഞ്ഞൊരു ഫാമിലി ഫങ്ഷന് പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അവർ തരുന്ന വില അത് തന്നെ മതി വാശിക്ക് ജോലി വില കണ്ടുപിടിക്കാൻ. പക്ഷെ എനിക്കിപ്പം അതിന് പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇതൊന്ന് പുറത്ത് വരലിനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല.